കുറ്റിടരുന്ന് പറഞ്ഞ കേക്കൂല. ഗുഡ് മോർണിംഗ്. അവിടെ നിൽക്കടാ. ഇത് എന്തോന്ന് ഗുഡ് മോർണിംഗ് എടാ. നീയേ ആ കാലൊക്കെ ഒന്ന് പോയി കഴിയട്ടെ, അകത്തേക്ക് കയറിയാൽ മതി കേട്ടാ. ആ സുഷു സുഷു. അമ്മേ സോറി സുഷു, സ്ലിപ്പായതാണ്. ഇത് നിന്റെ എത്രാമത്തെ സ്ലിപ്പാക്കല? എന്താണ് സുഷു, വീണ്ടും സ്ലിപ്പായ? നമ്മുടെ അടുക്കളയിൽ വലിയ സ്ലിപ്പാണ് ജാനു വെച്ച്. ഈയിടെയായിട്ട് ഇവന് ഇച്ചിരി സ്ലിപ്പിങ് കൂടുതലാ. മനപ്പുറല്ല. ഓ, ഇവന്റെ ഒരു കാര്യം. ഞാൻ ഈ സവാള എന്നാക്കി എടുക്കട്ടെ. സുശീലേട്ടോ. സുഷുവേട്ടാ, ആ പൈസ കിട്ടുമെന്നേ നിങ്ങൾ സ്വപ്നം കാണണ്ട. പിന്നെ നിങ്ങളുടെ ഒരു ഷോപ്പിങ്ങും എൻ്റെ അടുത്ത് നടക്കാനും പോകുന്നില്ല. അല്ല മോളെ, ഞാനൊന്ന് പറയട്ടെ. ദേ, എനിക്കൊന്നും കേക്കണ്ട, എനിക്കതിനുള്ള സമയവും ഇല്ല. എടി സുനിത, ഇത് പഴയ പോലത്തെ ബിസിനസ് അല്ല. ഇത് വെച്ചടി കേറ്റൊരിക്കോള് ഉറപ്പ്. ഓ, വെച്ചടി കേറ്റം. ദേ, അല്ല, അന്ന് അക്കൗണ്ടിൽ നിന്ന് എടുത്തുന്ന പൈസ എവിടെ? ആ ബിസിനസ് പൊളിഞ്ഞ്. പക്ഷെ അതുപോലെ അല്ല ഇത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങളുടെ ഈ മുടിഞ്ഞ ബിസിനസ് കാരണം മനുഷ്യനിപ്പോ കുടുംബത്തെ പോലും കയറി ചെല്ലാൻ പറ്റാണ്ടായി. ബാക്കിയേ ഞാൻ വന്നിട്ട് തരാം. ഏറ്റില്ലല്ലോ. എടി സുനിത, ഡി നിന്നേടി. ചന്ദ്രക്കുട്ടി ഞാണിച്ചേ. മോളെ വിളിച്ചാണ്. സുനിതേ, ചോറ് മുഴുവൻ കഴിക്കണേ. വെള്ളം ഒന്ന് കഴിച്ചിട്ട് പോ. വേണ്ടമ്മേ, സമയം പോയി. സുനിത, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വന്നിട്ട് തരാം. മനുഷ്യന് സമാധാനം. ഇതെന്ത് പരാജയമാണത്? പരാജയം വിജയത്തിന്റെ മുന്നോടിയാണമ്മേ. മോളെ, നീ വേഗം റെഡിയാക്കോ, അച്ഛൻ നോക്കാം. ഓക്കെ, നീ ഇവിടെ ഉണ്ടായോ? തർക്കത്തിനിടക്ക് എന്ത് മിണ്ടാനാണ്? ചേച്ചി, ലിസ്റ്റ് എടുത്ത് നോക്ക്. എനിക്ക് 2 വീട്ടിലും കൂടി പോവാനുള്ളതാണ്.
ചെല്ലുന്ന്. എന്താടാ? ആ പോവാ. ചോദിക്കടാ. എടാ ചോദിക്കടാ. സാറേ ഉം. പൈസ ഉം. നീ ആ ലിസ്റ്റ് ഒന്ന് കാണിച്ചേ. എന്നാ. ഉം. ഇതൊരു കല്യാണത്തിനുള്ളതുണ്ടല്ലോ ഇവിടെ ഇത്. നീയേ ഉം. മുട്ടയും പാലും ഒക്കെ ഇത്തിരി കുറച്ച് മേടിച്ചാ മതി. ഉം. ഒക്കെ അധിക ചെലവാ. ആ. ആർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ പറയണത് കേക്കണ്ട നിനക്ക്? ആ, കേട്ട്. മേടിച്ചോ? പോട്ടെ. ആ ആ ചേച്ചി വല്ല മേടിച്ചാണ്ടാ? അതെന്താടാ നീ അകത്തോട്ട് കയറി ചേട്ടനെന്തേ? ചേട്ടാ ഏതോ വലിയ ബിസിനസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാ. മേളുണ്ട്. ആണാ? എന്നാ ഞാൻ ചേട്ടനെ കണ്ടുവരാം. അന്നേരം ആരായിരിക്കും? ആരോട്ടെ. ചിന്തറ് 18 പടിയാ. കേറിട്ടും കിട്ടും തീരുമില്ല. എന്റെ പൊന്നു അവിടെ മോളെ, ഉണ്ട്. പറയണതൊന്ന് കേൾക്ക്. നിനക്കറിയാലോ എൻ്റെ അവസ്ഥ. ഇവിടെങ്ങാനും എൻ്റെ ഫോണൊക്കെ നോക്കിയാലുണ്ടല്ലോ തീർന്ന്. ഞാൻ പറയണതൊന്നും മനസ്സിലാക്ക്. നീ ഉണ്ടല്ല, ഞാൻ വന്നേക്കാം. തൽക്കാലം ഉണ്ടല്ലോ ഇത് പിടിക്ക്. ബാക്കി വന്നിട്ട് എൻ്റെ പൊന്നോ ഹെടി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഹോ, നീയായിരുന്നു എൻ്റെ നല്ല ജീവൻ അങ്ങോട്ട് പോയി. ഇതാണല്ലേ ചേച്ചി പറഞ്ഞ കോടികളുടെ ബിസിനസ്. പിന്നെ അതേ, നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. നീ വന്നേ. എന്താ എവിടെ എവിടെ സാധനം എവിടെ? എന്റെ പൊന്നേട്ടാ, ഈ പരിപാടിക്ക് എന്നെ കിട്ടില്ലാട്ടാ. ഞാൻ എന്റെ കളർ മാറിക്കണ വെള്ളം ചേർത്തിട്ട്. പിന്നെ അയാൾ എപ്പോഴാ നോക്കണെന്ന് അറിയാൻ പറ്റൂല. അത് നീ പേടിക്കണ്ട, അതവൻ്റെ തലയിൽ വന്നു. നീ ആ സാധനങ്ങളുണ്ടെന്നേ. ആ അത് കൊള്ളാം. കളവ് പുള്ളിയുടെ തലയിലും കിക്ക് ചേട്ടന്റെ തലയിലും. ഇതിനൊക്കെ വേറെ ചെലവുണ്ടട്ടാ. നീ നമ്മുടെ പയ്യനല്ലടാ. ഉവ്വേ. ഇനി ആ സംശയോപയുടെ വീട്ടിലൊന്ന് കയറണം. എവിടേക്ക്? സംശയോപയുടെ വീട്ടിലേക്ക്. നീ ആരാ അതുൻ്റെ അടുത്ത് എൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞ കേട്ടാ. ഓ എന്റെ പൊന്നേട്ടാ, വിട്ടുപിടി. ചെയ്യോ? വിട്ടുപിടി. ചേച്ചേ ചേച്ചേ ചേച്ചേ. എടാടാ, എന്താടാ ഞാനിവിടെ ജീവനോട് നിനക്ക് എന്നെ വേണ്ടേ? ചേച്ചിയെ മതിയാ? അല്ല സാറേ, ചേച്ചിയിലേക്ക് ജോലിയൊക്കെ തന്നെ അത്. ആ ചെല്ല്. ആ പണിയിലാണല്ല. എടാ ശങ്കു, ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു. നീയേ ആ മുറ്റത്ത് കിടക്കണ തേങ്ങ ഒന്ന് പൊതിക്കോ. ചേട്ടനെ ഓഫീസിൽ പോകാൻ സമയമായി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല. തേങ്ങ പൊതിക്ക് പറ്റാത്ത പനാട്ടോ. ചേച്ചി പറയുമ്പോൾ അങ്ങനെ പൊതിക്കാതിരിക്ക. നിങ്ങൾ എന്താ മനുഷ്യ അതിൻ്റെ അടിയിലൊക്കെ തപ്പുന്നത്? മറ്റവനോട് മറ്റേ എവിടെ പോയി? ഞാൻ പൊതിക്കാൻ പോയി. എന്ത്? തേങ്ങ പൊതിക്കാൻ. ആ ഓ എന്റെ പൊന്നു മനുഷ്യ, ഡാ ചായ കുടിച്ചിട്ട് പോവാം. നീയേ ഭക്ഷണം കൊണ്ട് പോയാ മതി. രാതു നിർബന്ധിക്കാണെങ്കിൽ കഴിച്ചിട്ട് പോവാ. വെറുതെ സാറ് പറഞ്ഞ കല്യാണത്തിലുള്ള ഐറ്റം ഉണ്ടല്ലോ, വെളുത്തുള്ളി വില വെച്ചേ. സാരില്ല, വിഷമിക്കണ്ട കേട്ടാ. ആ നിക്ക് നിക്ക്.
പോണ വഴി എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കഴിച്ചോ. പോയിക്കോ പോയിക്കോ.